ഹായ് വെൽക്കം ബാക്ക് ടു മൈ മെൻ്റൽ ഹെൽത്ത് സീരീസ്. പെരിനേറ്റൽ ടൈം പീരിയഡിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ ഈ പെരിനേറ്റൽ ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും പിന്നെ ആ ഒരു ടൈം പീരിയഡിൽ കാണുന്ന കോമൺ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്താണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കോസസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബയോളജിക്കൽ കോസസ്, സൈക്കോളജിക്കൽ എന്തൊക്കെയാണ് കോമൺലി കാണുക, സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. പിന്നെ ഈ പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് പാർട്ടം ബ്ലൂസ് ആണെങ്കിൽ നമുക്ക് ഒരു ഫാമിലിയുടെ ആ ഒരു നല്ലൊരു സപ്പോർട്ട് മതി. അമ്മമാർ യൂഷ്വലി അത് സർവൈവ് ചെയ്യും, വലിയ ഇഷ്യൂസ് ഇല്ലാണ്ട്. അങ്ങനെ ഭയങ്കര ഇൻ്റർവെൻഷൻസ് ഒന്നും നമുക്ക് അവിടെ ആവശ്യമില്ല. പക്ഷേ ഈ പോസ്റ്റ് പാർട്ടം ബ്ലൂസിൽ കാണുന്ന സിംറ്റംസ് കുറേയും കൂടി ഇൻറ്റൻസ് ആണെങ്കിൽ, അതായത് ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒട്ടും ഉറക്കം വരാതിരിക്കുക, കുട്ടിയായിട്ട് ബോണ്ട് ചെയ്യാൻ ഒട്ടും പറ്റാതിരിക്കുക, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്വയം ഹാം ചെയ്യാനുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്യൂസൈഡൽ ഫീലിങ്സിൻ്റെ കൂടെ ചില അമ്മമാരെന്താ വിചാരിക്കുക എന്ന് വെച്ചാൽ, അവർക്കിങ്ങനെ തോന്നും, ഓക്കെ എനിക്കിത് സർവൈവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ബേബീനെ നോക്കാനും ആരും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ബേബീനെയും ഹാം ചെയ്യാനുള്ള ഫീലിങ്സ് ഒക്കെ വരാൻ തുടങ്ങും. അതൊക്കെ വരാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 2 weeks ഒന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല. അത്രയും ഇൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലെ കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട്, അതായത് അതൊരു ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ, അതൊരു പീഡിയാട്രിഷ്യൻ ആണെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതല്ല, ഇത്രയും ഇൻറ്റൻസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് ആയിട്ട് കാണാം. അപ്പോൾ ഈ പെരിനേറ്റൽ ടൈം പീരീഡ് എന്താണെന്ന് ഒന്നും കൂടി പറയാം. അതായത് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയതിനു ശേഷം, അപ്പോൾ പ്രഗ്നൻസി തുടങ്ങുന്നത് തൊട്ട് ഒരു അമ്മയായതിനു ശേഷം, കുട്ടി ഉണ്ടായതിനു ശേഷമുള്ള ഫസ്റ്റ് 1 year, അതിനെയാണ് നമ്മൾ പെരിനേറ്റൽ ടൈം പീരീഡ് എന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ICD-11 ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ മെൻ്റൽ ഓർ ബിഹേവിയറൽ ചേഞ്ചസ് ഓർ ഡിസോർഡേഴ്സിനൊക്കെ നമുക്ക് 2 രീതിയിൽ തിരിക്കാം. അപ്പോൾ ഒന്ന്, ഈ മെൻ്റൽ ബിഹേവിയറൽ ചേഞ്ചസ് ഓർ ഡിസോർഡേഴ്സ്, അതായത് പ്രഗ്നൻസി ടൈം പീരീഡിൽ, അതുപോലെ ചൈൽഡ് ബർത്തിൻ്റെ ടൈം പീരീഡിൽ, അതുപോലെ ചൈൽഡ് ബർത്തിന് ശേഷം കാണുന്നതിന് വിത്തൗട്ട് സൈക്കോട്ടിക് സിംറ്റംസിന് ഒരു രീതിയിൽ പറയും, വിത്ത് സൈക്കോട്ടിക് സിംറ്റംസിന് ഒരു രീതിയിൽ പറയും. അപ്പോൾ ഈ വിത്തൗട്ട് സൈക്കോട്ടിക് സിംറ്റംസിൽ വരുന്നതാണ് ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD എന്നുള്ളതൊക്കെ. പിന്നെ PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറും അതിൽ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പം നമ്മൾ ഇതിൽ എന്താ സംസാരിക്കാൻ പോകണമെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എന്താണെന്നും എങ്ങനെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഒന്നല്ല. ഇത് ഓൺലി ഫോർ അവയർനെസ് ആണ്. അതായത് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ഇത് ആരെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആരെങ്കിലും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന കാണുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനും അവരെ ഗൈഡ് ചെയ്യാനും, അത്രയും ഈ വീഡിയോസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഡിപ്രസീവ് സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നെങ്കിൽ അത് ഭയങ്കര ഇൻറ്റൻസ് ആണെങ്കിൽ 2 weeks നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഒപ്പീനിയൻ ചോദിക്കാം. എന്നിട്ട് നമുക്ക് സൈക്കാട്രിസ്റ്റിനെ കൈൻഡ് ഓഫ് അത് അസിസ്റ്റ് ചെയ്തിട്ട് പറയാമല്ലോ, അത് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് ആയിരിക്കും അല്ലെങ്കിൽ ഡിപ്രഷൻ ആയിരിക്കും. പക്ഷെ ഭയങ്കര മൈൽഡ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. അതായത് ഫ്രം ഫുൾ ഫാമിലി, ഹസ്ബൻഡ് ആയാലും പാരൻസ് ആയാലും ആ ഒരു സപ്പോർട്ട് കൊടുത്താൽ അവർക്കത് സുഖമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു 2 weeks അവർ ഈ പറഞ്ഞ പോലെ ആ ഒരു സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്തിട്ടും, അതുപോലെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ അത് ശരിയാവും. പക്ഷേ 2 weeks കൂടുതൽ ഇത് നിൽക്കുകയാണെങ്കിൽ, ഇതേപോലെ മൈൽഡ് ആയിട്ടാണെങ്കിൽ, വീണ്ടും ആ ഒരു ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക, കുട്ടിയായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും അമ്മമാർക്കും ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടും തോന്നുന്നത്. കുട്ടിയായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടീനെ ശരിക്കും നോക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ സെൽഫ് ഹാം, അത് സ്വയം ഹാം ചെയ്യാനുള്ള തോട്ട്സ് വരിക, കുട്ടീനെ ഹാം ചെയ്യാനുള്ള തോട്ട്സ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഒരു സൈക്കാട്രിസ്റ്റിന് ഒപ്പീനിയൻ എടുക്കുക, അവരുടെ അസസ്മെൻറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിൽ വരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് കോമൺലി കാണുക. അപ്പോൾ ഒന്നുകൂടി പറയാം, അതായത് ഭയങ്കരമായിട്ട് ലോ മൂഡ് പോലെ ഫീൽ ചെയ്യുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറക്കം കിട്ടാതിരിക്കുക, കുട്ടിയായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റാതിരിക്കുക, എല്ലാവരുടെയും കയ്യിൽ നിന്ന് മാറി നിൽക്കുക, ഒറ്റയ്ക്കൊരു റൂമിൽ ഇരിക്കുക ഫുൾ ടൈം, ലൈക്ക് ആരുമായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കാൻ പറ്റുക. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ എന്നാൽ ഓക്കെ ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് എല്ലാവരും ഇതിൽ ഇൻവോൾവ് ചെയ്യേണ്ടതും ഒരു എക്സ്റ്റെൻറ്റിന് ശേഷം അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക കുറേ കൂടി ഇൻറ്റൻസ് ആണോ. അതുപോലെ തന്നെ സെൽഫ് ഹാം തോട്ട്സ് എന്ന് പറയാം. സോ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഹാം ചെയ്യാൻ തോന്നുക, അല്ലെങ്കിൽ നമുക്ക് മരിക്കണതായിരിക്കും നല്ലത്, ഇതിലും നല്ലത് മരിക്കുകയായിരിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഒരു ഫീലിംഗ് ആണ് ഈ സമയത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ കുട്ടി എങ്ങനെ, ഞാനില്ലാതെ കുട്ടി എങ്ങനെ സർവൈവ് ചെയ്യും, എങ്ങനെ മാനേജ് ചെയ്യും ആലോചിക്കുമ്പോഴാണ് കുട്ടീനെ ഹാം ചെയ്യാനുള്ള തോട്ട്സ് വരാം. അപ്പോൾ അതുപോലെ തന്നെ പണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന കാര്യങ്ങളിലൊന്നും ഇപ്പോൾ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക, അങ്ങനത്തെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും അമ്മമാരിൽ. അപ്പോൾ അതാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയാം. ഇനി ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു പ്രഗ്നൻസി ടൈം പീരീഡിലും ഉണ്ടാകുമ്പോൾ കുട്ടീനെ കുറിച്ച് ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുക. ഫസ്റ്റ് പ്രഗ്നൻസി അല്ല, ഏതൊരു പ്രഗ്നൻസി ആണെങ്കിലും
ഈ ഡെലിവറി സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ടാവും. അത് കൈൻഡ് ഓഫ് നോർമൽ വെജൈനൽ ഡെലിവറി ആയിരിക്കും, അത് സിസേറിയൻ വേണ്ടി വരും, അത് ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആവുക. കുറച്ചൊക്കെ ഒരു ആങ്സൈറ്റി നോർമലാണ്, എല്ലാവർക്കും ഉള്ളതായിരിക്കും. പക്ഷെ അത് കാരണം നമ്മുടെ ഒരു ഫങ്ഷനിങ് എഫക്റ്റ് ആവാം. ലൈക്ക് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക ഈ ഒരു ആങ്സൈറ്റി കാരണം. അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രഗ്നൻസി ടൈം പീരീഡിൽ ആങ്സൈറ്റി ഉണ്ടാവും. അതുപോലെ പോസ്റ്റ് പ്രഗ്നൻസി എന്നൊക്കെ കൂടുതൽ കുട്ടീനെ കുറിച്ചിട്ടുള്ള ആങ്സൈറ്റി ആയിരിക്കും. ഓക്കെ, ഈ കുട്ടിയുടെ കാര്യങ്ങൾ എങ്ങനെ ശരിയാക്കും, അത് ചെയ്യണം ഇത് ചെയ്യണം. അതുപോലെ പാല് വരണില്ലേ, പാല് വരാത്തതിൻ്റെ ആങ്സൈറ്റി, മൂഡ് കുറഞ്ഞിട്ട് അത് ഡിപ്രഷനിലേക്ക് പോവാം. അപ്പോൾ ഡിപ്രഷനും ആങ്സൈറ്റിയും ചിലപ്പോൾ ഒരുമിച്ചൊക്കെ കാണും. അതായത് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാം, അല്ലെ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യം ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക, കുട്ടീനെ നോക്കാൻ പറ്റാതിരിക്കുക, ആരുമായിട്ടും മിങ്കിൾ ചെയ്യാൻ പറ്റാതിരിക്കുക, ആ ഒരു ആങ്സൈറ്റിയുടെ കാരണം. അപ്പോഴൊക്കെയാണ് നമ്മൾ ആങ്സൈറ്റി എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഒപ്പീനിയൻ കാണാം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ കാണാം. ഞാൻ മറ്റേ ഡിപ്രഷൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ നമ്മളിപ്പോൾ കുട്ടീനെ കാണിക്കാൻ പീഡിയാട്രിഷനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അവരോട് ഇത് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗൈനക്കോളജിസ്റ്റായിട്ട് ഒരു ഫോളോ അപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവർക്ക് നമ്മൾ ശരിക്കും ഗൈഡ് ചെയ്തിട്ട് സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മളെ സൈൻ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആങ്സൈറ്റി. ഇനി OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ OCD. അതിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം നന്നായിട്ട് ചെയ്യുക, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതിന് ഒരിക്കലും OCD എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ OCD പറഞ്ഞ പോലെ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്ത് ഒരു വേറെ സംഭവമുണ്ട്, ഒരു ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട്. അതാണ് കുറേയും കൂടി ഒരു പെർഫെക്ഷനിസ്റ്റ് ബിഹേവിയർ ഉള്ള ഒരു ഇത് കാണുന്നത്. ഇത് പക്ഷെ OCD എന്നാണ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അതായത് ഇങ്ങനെ ഭയങ്കര നമ്മൾ പറയാം ഇൻട്രൂസീവ്, ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഇങ്ങനെ തോട്ട്സ്, ഇങ്ങനെ ഓരോ ചിന്തകൾ റിപ്പീറ്റഡ്ലി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സിൽ. എന്നിട്ട് നമ്മൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും ഈ തോട്ട്സ് വരുമ്പോൾ. എന്നിട്ട് ഇത് വരണ്ട എന്നുള്ളൊരു ചിന്തയുണ്ടാവും, ലൈക്ക് ഇത് എങ്ങനെയെങ്കിലും നിൽക്കണം എന്നുള്ള അത്രയും ഒരു ഡിസ്ട്രെസ്സിങ് ഒരു സിറ്റുവേഷനിലേക്ക് പോകും നമ്മൾ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അതാണ് ഒബ്സഷൻസ്. ഇനി കമ്പൽഷൻസ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ തോട്ട്സ് വരുന്ന കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് വരുന്ന ബിഹേവിയേഴ്സിനാണ് ഈ കമ്പൽഷൻസ് പറയുന്നത്. അപ്പോൾ ഈ ഇൻട്രൂസീവ് ഇങ്ങനെ ഭയങ്കരമായിട്ട് റിപ്പീറ്റഡ്ലി വരുന്ന തോട്ട്സിനെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബിഹേവിയർ നമ്മൾ തന്നെ ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ ഇപ്പോൾ സാധാരണ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ് കാണാൻ ഇപ്പോൾ ഈ സ്റ്റവ് ഇത് ഓഫ് ചെയ്തോ എന്നുള്ളൊരു ചിന്ത നമുക്കുള്ളിൽ അറിയണ്ട നമ്മളത് ഓഫ് ചെയ്തു എന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്കത് ഓഫ് ചെയ്തോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വീണ്ടും 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 നമ്മുടെ മൈൻഡിൽ വന്നിട്ട് നമ്മളത് ചെക്ക് ചെയ്താലേ നമുക്ക് സമാധാനമാവുള്ളൂ. പക്ഷെ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്താലും നമുക്ക് സമാധാനമാവില്ല, വീണ്ടും വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാണ്. അല്ലെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ അതൊക്കെ കാണും. അതൊക്കെയാണ് സാധാരണ OCDയിൽ നമ്മൾ കാണും. OCD വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രഗ്നൻസി ടൈം പീരീഡ് അല്ലെങ്കിൽ പോസ്റ്റ് ഡെലിവറി ടൈം പീരീഡിൽ ശ്രദ്ധിക്കാം. അപ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ കൂടുതലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാവുമ്പോൾ കുട്ടീനെ കുറിച്ചുള്ള ആങ്സൈറ്റി കാരണം ഭയങ്കര ഇൻട്രൂസീവായിട്ട് ഭയങ്കരമായിട്ട് റിപ്പീറ്റഡ്ലി ഓരോ തോട്ട്സ്, നോക്കി എനിക്ക് വെജൈനൽ ഡെലിവറി വേണം, നോർമൽ ഡെലിവറി വേണമെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എക്സസീവായിട്ട് എന്തെങ്കിലും റിച്വൽസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓരോ എക്സസൈസൊക്കെ നമ്മൾ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യുമല്ലോ, അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സസീവ് ചെയ്യുക. അതുപോലെ ഓരോ റിച്വൽസ് പോലെ ഉണ്ടാവുക. അത് പ്രഗ്നൻസി ടൈം പീരീഡിൽ. പോസ്റ്റ് ഡെലിവറി ആണ് ഇത് കുറേയും കൂടി കൂടുതലായിട്ട് കാണാം. അതായത് കുട്ടിക്ക് എന്തെങ്കിലും ഹാം ഉണ്ടാവാതിരിക്കാൻ, അതായത് ക്ലെൻലിനെസ്സിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഒബ്സസ്ഡ് ആവാം ക്ലെൻലിനെസ്സിൻ്റെ കാര്യത്തിൽ ബേബിയുടെ. അതായത് ഇപ്പോൾ നമ്മൾ ബേബിക്ക് യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, സ്പൂൺസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ പാടില്ല എന്നല്ല, ഒബ്വിയസ്ലി സ്റ്റെറിലൈസ് ചെയ്യണം. പക്ഷെ അത് ഭയങ്കര എക്സസീവായിട്ട് ചെയ്യും. അതായത് കുട്ടിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരും, കുട്ടിക്ക് എന്തെങ്കിലും ഇപ്പം പോലെ ജേംസ് കയറി വന്ന് അത് പ്രശ്നമാവും, അല്ലെങ്കിൽ എൻ്റെ പാല് വരുന്നത് എന്തെങ്കിലും എഫക്റ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര കമ്പൾസീവ് ആയിട്ടുള്ള റിച്വൽസ് ചെയ്തിട്ട് ബേസിക്കലി നമ്മുടെ ഒരു ഫങ്ഷനിങ് തന്നെ ഇത് കാരണം എഫക്റ്റഡ് ആവും, ഭയങ്കര എക്സസീവായിട്ട് ചെയ്യും. അപ്പോഴാണ് ഈ OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അപ്പോൾ ഇത് കുറേം കൂടി ബേബിയിലുമേ ഫോക്കസ്ഡ് ആയിരിക്കും ഈ പ്രഗ്നൻസിക്ക് ശേഷം കാണുന്നത്. ഇത് കണ്ടാലും നമ്മൾ ആ റിച്വൽസ് ചെയ്ത് അവർക്ക് സമാധാനം ഉണ്ടാവും, പക്ഷെ ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആണ്, അമ്മയ്ക്കും ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആണ് ഈ കമ്പൾസീവ് ബിഹേവിയേഴ്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യാണ് അമ്മ എന്തെങ്കിലും റിപ്പീറ്റഡ്ലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുട്ടിയുടെ ഏറ്റവും കോമൺ ആയിട്ട് കാണാൻ കുട്ടിയുടെ പാത്രങ്ങൾ ഇപ്പോൾ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫീഡിങ് ടൈം പീരീഡിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആവുക, അത് ഭയങ്കര റിപ്പീറ്റഡ്ലി ചെയ്യുക. അതൊക്കെ കണ്ടാൽ നമ്മൾ അതൊരു OCDയുടെ ഇത് വരുന്നുണ്ടോ നോക്കിയിട്ട് നമ്മളൊരു പറഞ്ഞ പോലെ അഗെയിൻ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ, ഇവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ മെഡിക്കേഷൻ വേണ്ടി വരില്ല, കൗൺസിലിംഗ് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡിസ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അമ്മയ്ക്ക്. പക്ഷെ ഇതൊക്കെ നമ്മൾക്ക് കാണുന്ന ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ഡിസ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാർക്കാണ്. അവരെ കുറേ കൂടി ഹെൽപ്പ് ചെയ്യുക, നമ്മൾ അത്രയും ഇതൊക്കെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അവരെ കാണിക്കുക, എന്നിട്ട് അവരെന്തെങ്കിലും സൈക്കോളജി ഇൻ്റർവെൻഷൻസ് ചെയ്തിട്ട് അവരത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇപ്പോൾ ഇത്രയും എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അറൗണ്ട് 10 minutes ക്രോസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ പ്രഗ്നൻസി ടൈം പീരീഡിലും ആഫ്റ്റർ ഡെലിവറിയും കാണുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പിന്നെ ഈ സൈക്കോസിസിനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മതി. ബൈ.